ദാ നമ്മുടെ മറിയക്കുട്ടി ചേച്ചിയുടെ ഒരു വാചകം കേൾക്കാം. കേട്ടല്ലോ, നമ്മുടെ മറിയക്കുട്ടി ചേട്ടത്തിയുടെ വാക്കുകളാണ്. KPCC ഒരു വീട് വെച്ച് തന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അത് ചക്കാത്തൊന്നും അല്ലല്ലോ, ഒന്നാന്തരമായിട്ട് അധ്വാനിച്ചതാ എന്ന് പറഞ്ഞത്. ഇനി ബാക്കി പറയാം. പെൻഷൻ കിട്ടാത്തതിന് കുടത്തിൽ തട്ടിപ്പാടിയ മറിയക്കുട്ടി മലയാളിയുടെ മധുരമുള്ള ഓർമ്മകളിൽ ചിലതായിരുന്നു. ഈ മറിയക്കുട്ടിക്ക് വലിയ പ്രാധാന്യം മാധ്യമങ്ങളിലൂടെ കിട്ടുകയും എല്ലാവരും മതോന്മത്തരെ പോലെ മറിയക്കുട്ടിയെ മനസ്സോട് ചേർത്ത് വെച്ച് മലർവാടി കാലം പോലെ അങ്ങനെ കൊണ്ടാടിയിരുന്നതുമാണ്. ആ സമയത്താണ് KPCC മറിയക്കുട്ടിക്ക് പെട്ടെന്ന് തന്നെ രംഗത്തെത്തി വീടൊക്കെ വെച്ചു കൊടുത്ത് വളരെ മനോഹരമാക്കിയത്. സാക്ഷാൽ ആ മറിയക്കുട്ടി ഇന്നലെ BJPയിൽ ചേർന്നു. ചേർന്നതൊക്കെ പോട്ടെ, ആ ചേർന്ന മറിയക്കുട്ടിക്ക് എല്ലാ ആദരവോടും കൂടി സ്വീകരിച്ചത് സാക്ഷാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അങ്ങനെ സ്വീകരിച്ചതിന് ശേഷം മറിയക്കുട്ടി പല വാചകങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, വീടെൻ്റെ മക്കൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അടിത്തറയായി കിടന്നതാണ്, പിന്നെ വന്ന് വലിയ ഗമയിൽ വെച്ച് എന്നിട്ടങ്ങ് മേനി പറഞ്ഞതാണ് എന്നൊക്കെയും മറിയക്കുട്ടി പറഞ്ഞു. എന്നാൽ ഞാൻ BJPയിൽ ചേർന്നിരിക്കുന്നത് അങ്ങനെയല്ല, എൻ്റെ വിശ്വാസവും ഉറപ്പും കരുത്തും കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാണ് മറിയക്കുട്ടി അങ്ങോട്ട് മലക്കം മറിഞ്ഞിരിക്കുന്നത്. മറിയക്കുട്ടിയെ എല്ലാവരും വെച്ചങ്ങ് ട്രോളുന്നു, പിന്നെ അതുപോലെ തന്നെ ആക്ഷേപിക്കുന്നു, പോസ്റ്റ് ഇടുന്നു, ചിലർ ആഹ്ലാദിക്കുന്നു. ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ചെന്താണെന്നറിയോ, ഇത്രമേൽ മലയാളി ഞെട്ടാൻ എന്താണ് ഈ മറിയക്കുട്ടി കഥയിലുള്ളത് എന്നുള്ളതാണ്. മലയാളികളിൽ ഒരു 90% പേരും ഇതുപോലെ മറിയക്കുട്ടിയോ മറിയക്കുട്ടന്മാരോ ആണ് എന്നുള്ളതാണ് സത്യം. ഈ അവനവന് ആവശ്യമുള്ള സമയത്ത് വേണ്ടപ്പോൾ മാത്രം വേണ്ടവരെ വേണ്ടതുപോലെ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ പിന്നെ അവരെ ഒരിക്കൽ പോലും വേണ്ടപ്പെട്ടവരായി കൊണ്ടു നടക്കാനോ ആ വേണ്ടപ്പാട് ഓർത്തിരിക്കാനോ യാതൊരു താല്പര്യവുമില്ലാത്തവരാണ് അധികം മലയാളികളും. പരദൂഷണം, ഏഷണി, കുറവുകൾ, അപവാദം, അപഖ്യാതി ഇതൊക്കെ ഉറക്കെ പറയും, പറഞ്ഞു പ്രചരിപ്പിക്കും. എന്നാൽ ആ ആളിനെ കൊണ്ട് കിട്ടിയിട്ടുള്ള സഹായം, നന്മ, ഗുണം, ഉപകാരം അത് കഴുത്തിന് പിടിച്ച് ഞെക്കിയാൽ പോലും പറയൂല. എത്ര പേര് പറയും? ഇന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പലരും പോസ്റ്റിട്ട് ഞാൻ കൊടുത്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, അയ്യേ അത് അശ്ലീകരമല്ലേ, അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പറയാവോ? സത്യത്തിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്നറിയോ, കൊടുത്തിട്ട് പറയുക എന്ന് പറയുന്നത് നിൻ്റെ ആവശ്യമാണെങ്കിൽ അവൻ എന്നെങ്കിലും പറയുമെന്നോ ആരോടെങ്കിലും പറയുമെന്നോ ഭാര്യയോട് പോലും പറയുമെന്നോ വിചാരിച്ച് കാത്തിരിക്കരുത്, നീ പറഞ്ഞോണം. പിന്നെ നിനക്കെന്തെങ്കിലും അപകടമോ അപവാദമോ വീഴ്ചയോ വന്നാൽ ഈ കൊടുത്തവരോ കണ്ടവരോ കേട്ടവരോ ഒന്നും ഉണ്ടാവില്ല. അത് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കല്ലേ. കുടുംബങ്ങളിൽ കാണാം, ജാതിയിൽ കാണാം, സമുദായത്തിൽ കാണാം, സമുദായ സംഘടനയിൽ കാണാം, രാഷ്ട്രീയ സംഘടനയിൽ കാണാം, ചാരിറ്റബിൾ രംഗത്ത് കാണാം, ഓഫീസിൽ കാണാം, ഇങ്ങനെ എവിടെല്ലാം കാണാം. അതായത് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോലിയിൽ പ്രവേശിപ്പിച്ചവൻ, നമ്മൾ ഒപ്പിട്ട് കൊടുത്ത് കയറ്റിയവൻ, നമ്മളെ പണിഞ്ഞ് മുൻകൈ എടുത്ത് അവൻ ഇറക്കി താഴെ നിർത്തിത്തരും. നമ്മൾ കൊണ്ടുപോയി നിർത്തുന്ന കടയിൽ ആ മുതലാളിയെ ചാക്കിട്ട് അതിൻ്റെ ഉടമയെ കൈകാര്യം ചെയ്ത് അവൻ മുതലാളിയും ഈ കൊണ്ടുപോയവനെ തൊഴിലാളിയുമാക്കി പുറത്തിറക്കി നിർത്തിത്തരും. പിന്നെ എന്തെല്ലാം കൃത്യസമയത്ത് സഹായിക്കാനായി കാശങ്ങട് കൊടുത്താൽ തിരിച്ചു തരുന്നതിന് മുമ്പ് കിട്ടിയാൽ ഭാഗ്യം, ഇനി തന്നാലോ ഒരു 100 പേരോടെങ്കിലും ഈ വായ്പ തന്നവനെക്കുറിച്ച് അപവാദവും അനാവശ്യവും പറഞ്ഞിരിക്കും. അവൻ്റെ പേരാണ് മലയാളിയെന്ന്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് വേറെ ആരാണ്ടാണെന്നൊക്കെ. അല്ല, ഞാനും നിങ്ങളുമൊക്കെ ഇതിൻ്റെ ഇരയും വേട്ടക്കാരനുമാണ്. നമുക്ക് സഹായിച്ചിട്ടുള്ളവരെ, നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നവരെ, നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ളവരെ ഉറക്കെ അവരോട് പോലും ഈ പറയുന്നൊന്നും പറയൂലല്ലോ. നീ ഉണ്ടെന്നാണോ, നീ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ സഹായിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് എന്ന് പോലും പറയില്ല. ഒരു പ്രയാസം വരുന്ന കാലത്ത് മിണ്ടൂല്ല, ഒരു കമൻ്റ് കൊണ്ട് പോലും എഴുതൂല്ല. ആരാണ് കൂടെ ഉണ്ടെന്നും കൂടെ നിൽക്കുന്നവരെന്നും നമ്മൾ വിശ്വസിക്കുന്നവർ. എന്നാൽ നമ്മളെ അറിയാത്ത, നമ്മളൊന്നും ചെയ്തു കൊടുക്കാത്ത, നമ്മളൊരു ഉപകാരവും ചെയ്തു കൊടുക്കാത്ത ഒരുപാട് മനുഷ്യർ അകലെ നിന്നൊക്കെ ചിലപ്പോൾ വേദനയിൽ, പ്രയാസങ്ങളിൽ
ചില കമൻറ്റുകളോ സഹായങ്ങളോ പോസ്റ്റുകളോ ചിലപ്പോൾ ഫോണിൽ കോളുകളോ ഒക്കെയായി വിളിച്ച് സത്യസന്ധമായി ആശ്വസിപ്പിക്കുകയോ സമാധാനിപ്പിക്കുകയോ നമ്മുടെ വിഷമങ്ങളിലോ ദുഃഖങ്ങളിലോ പങ്കുചേരുകയോ ഒക്കെ ചെയ്യും. അതുകൊണ്ട് മറിയക്കുട്ടിമാരും മറിയക്കുട്ടന്മാരുടെയും ഇടയിൽ നമ്മളൊക്കെ തന്നെ ആയി ജീവിക്കുന്ന കാലത്ത് എന്തിനാണ് ഈ മറിയക്കുട്ടിയെ കണ്ട് എല്ലാവരും കൂടെ ട്രോളുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. മറിയക്കുട്ടി മലക്കം മറിഞ്ഞു എന്നൊക്കെ കേട്ടാൽ എല്ലാവരുടെയും ഒരു ക്ഷോഭവും പ്രതികരണവും ഒക്കെ കണ്ടാൽ വിചാരിക്കുക, എന്താ ഈ കേൾക്കുന്നത്, മറിയക്കുട്ടി അങ്ങനെ ചെയ്തോ എന്നൊക്കെയാണ് ചോദിച്ചാണ് ഓരോരുത്തർ ചാടി ഇറങ്ങുന്നത്. രാഷ്ട്രീയക്കാരോട് ചോദിക്കണം. ഇപ്പോൾ ഈ ചീട്ട് കീറി പിറകിലിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ പാർട്ടിയിലും അവരോടൊന്ന് ചോദിക്കണം. പഴയ ഭൂതകാലവും അന്നെങ്ങനെയായിരുന്നെന്നും ഇന്ന് ഇവരെങ്ങനെയാണെന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഉപകാര സ്മരണ, ഉപകാരമൊന്നും ചെയ്തു കൊടുക്കണ്ട, ഒരു സ്മരണയുണ്ടല്ലോ, ഒരു ഓർമ്മ, അതുപോലും എത്ര പേർക്കുണ്ട് എന്നുള്ളത് ഓർമ്മ വേണം. അതുകൊണ്ട് മറിയക്കുട്ടി ഉറപ്പായും മറുകണ്ഠം ചാടി ഈ കോൺഗ്രസ്സുകാരെയും കോൺഗ്രസിനെയും ചീത്ത പറഞ്ഞേ പറ്റൂ. എന്താ കാര്യം, മറിയക്കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കാൻ പോയില്ലേ അവർ? അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നവനെ പറയുന്നവൻ്റെ പേര് കൂടിയാണ് മലയാളി. അത് മനസ്സിലാക്കിയിരിക്കണം.